സാർ, ഈ സുനിൽ കനകോലു ആരാണ്? നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ കടക്കുപുറത്ത് എന്ന മുദ്രാവാക്യവുമായിട്ട് കോൺഗ്രസ് ഇറങ്ങാൻ പോവുകയാണ്. അതിന്റെ പിന്നിൽ ഈ കനകോലുവാണ്. ആരാണ്, എന്താണ്? കനകോലു വയനാട്ടിലെ ലക്ഷ്യ യോഗം നടന്നല്ലോ, കോൺഗ്രസിന്റെ സ്ട്രാറ്റജി പ്ലാനിങ്, അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ കനകോലിന്റെ ഒരു ഗുണം ലോ പ്രൊഫൈലാണ്. വലിയ അഭിമുഖങ്ങൾക്ക് നിന്നു കൊടുക്കുക, വീഡിയോ പരിപാടികൾക്ക് നിന്നു കൊടുക്കുക, അതൊന്നുമില്ല. അദ്ദേഹത്തിനെ കണ്ടു കിട്ടാൻ തന്നെ പ്രയാസമാണ്. അത്തരം ആളുകളൊക്കെ മാധ്യമങ്ങൾക്കൊന്നും അദ്ദേഹം അങ്ങനെ പിടികൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിമുഖം ഒരു സ്ഥലത്തും കാണുകയില്ല. അദ്ദേഹം കർണാടകക്കാരനാണ്. കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് കുടിയേറിയ ഒരാളാണ്. പഠിത്തത്തിന് വേണ്ടി പോയതാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോയി അവിടെ സ്ഥിരപാർപ്പ് തുടങ്ങിയ ആളാണ്. ബലിജ എന്ന് പറഞ്ഞ പിന്നാക്ക സമുദായ അംഗമാണ് കനകോലു. ബലിജ പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ട് ഈ ചെന്നൈയിലെ പഠനത്തിന് ശേഷം. ഇത് മാൻ ഓഫ് ഐഡിയാസ് എന്ന് പറയും. ഒരുപാട് ആശയങ്ങൾ പ്രവഹിക്കുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറയും. മുമ്പ് ഈ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായ ശേഷം മക്കിൻസിയിൽ ജോലി ചെയ്തിരുന്നു കുറെ കാലം. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നൈയിലൊക്കെ വന്നു. ഈ തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവു കുറെ കൊല്ലം ഭരിച്ചിരുന്നല്ലോ. തെലങ്കാന ഉണ്ടായ ശേഷം 14 കൊല്ലം ഈ ചന്ദ്രശേഖർ റാവുവിനെ പുറത്താക്കി BJPയും കൂടി എതിരിട്ട് കോൺഗ്രസ് അവിടെ വന്നല്ലോ. രേവന്ത് റെഡ്ഡിയുടെ ആ ക്യാമ്പയിൻ നയിച്ച അത് കനകോലുവാണ്. പക്ഷെ കനകോലു അതിന് മുമ്പ് ഗുജറാത്തിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. പ്രശാന്ത് കിഷോറാണല്ലോ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി. ബീഹാറിൽ മത്സരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പൊ ആ ടീമില് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പില് മോദിയെ ഒരു ദേശീയ നേതാവായി ഗുജറാത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ദൗത്യം ഏറ്റെടുത്ത ആ ടീമിലുണ്ടായിരുന്ന ആളാണ് പ്രശാന്ത് കിഷോറിന്റെ ടീം. ബരാക് ഒബാമയെ പോലെ അറിയപ്പെടുന്ന ഒരാളാകണം എന്നുള്ളതായിരുന്നു അന്നത്തെ ദൗത്യം. അവിടെ പോയിട്ട് സിറ്റിസൺസ് ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. അവിടെ ഗവേണൻസ് എന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഭരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു തീമാവുകയാണ് അങ്ങനെ. അപ്പോൾ 3D വാഹനങ്ങൾ ഒക്കെ എല്ലാ നഗരങ്ങളിലും മുക്കിലും മൂലയിലും ഒക്കെ മോദിയുടെ ചിത്രങ്ങൾ വെച്ച് ഗുജറാത്തിലെ എല്ലാ മുക്കിലും മൂലയിലും പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പലപ്പോഴും ഈ മോദിയുടെ അങ്ങനത്തെ വലിയ വിജയത്തിൻ്റെ പിന്നിൽ നിന്നു എന്നുള്ളത് കൊണ്ട് പിന്നീട് കോൺഗ്രസ് ഈ ടീമിനെ അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ കോൺഗ്രസ്സിൽ പ്രശാന്ത് കിഷോർ അംഗമാകാൻ ശ്രമിച്ചു. പ്രശാന്ത് കിഷോറിനെ അയാളെ കോൺഗ്രസ്സിലെ അംഗമായില്ല. അപ്പോൾ കോൺഗ്രസിന്റെ കൂടെ ചേർന്നയാള് കനകോലു ആയിരുന്നു. പിന്നീടുള്ള പല കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും കനകോലുവാണ് നയിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടൊന്നുമില്ലേ, കാസ്റ്റ് സെൻസസ്, അത് കനകോലുവിന്റെ ആശയമാണ്. ഭാരത് ജോഡോ യാത്രയുടെ കുറെ ഭാഗങ്ങൾ അത് കനകോലുവാണ് ആവിഷ്കരിച്ചത്. അത് അപ്പോ ഈ കോൺഗ്രസിന്റെ മുഖ്യ നേതാക്കളും ഒക്കെ ആയിട്ട് ഈ ആളുകളുമായിട്ടൊക്കെ പെട്ടെന്ന് ബന്ധം വളർത്തും. കുറച്ചൊക്കെ ഇൻട്രോവർട്ട് ആണെങ്കിലും എപ്പോഴും ലോ കീയിലായിരിക്കും. വളരെ അറിയപ്പെടാനൊന്നും ആഗ്രഹമില്ല. പക്ഷെ ചെയ്യുന്ന പണിയിൽ നല്ല ആത്മാർത്ഥതയുണ്ട്. നന്നായിട്ട് ഡാറ്റയുള്ള സർവേകളായിരിക്കും നടത്തുന്നത്. കേരളത്തിലും ഇപ്പൊ ധാരാളം സർവേകൾ നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ പോലും തിരഞ്ഞെടുക്കുന്നതൊക്കെ കനകോലുവിന്റെ ടീമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക ഉണ്ടാവും, പട്ടിക തയ്യാറാക്കും. എന്ന് പറഞ്ഞാൽ അനാവശ്യ സാധനങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ മോദിയുടെ ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് 2014 ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, കർണാടക
തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ BJP ക്യാമ്പയിൻ ഇവർ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അച്ഛാ ദിൻ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം മോദിയുടെ. ഇപ്പൊ ഇവിടെ കടക്കൂർ പുറത്ത് വരുന്ന പോലെ അച്ഛാ ദിൻ എന്ന് നല്ല ദിനങ്ങൾ വരുന്നു അത് ഇവരുടെ മുദ്രാവാക്യമായിരുന്നു. പിന്നെ DMK AIDMK 2017 ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തില് ദ്രാവിഡ വീര്യം എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവന്നത് DMKക്കൊക്കെ വേണ്ടി. അതും കനകോലുവിന്റെ ടീമാണ്. DMK വേഴ്സസ് BJP. DMKയുടെ കൂടെയാണ് നിന്നത്. 2017 ഉത്തർപ്രദേശില് BJPയുടെ, 2014 ശേഷം 2017 ഈ ടീമാണ് ചെയ്തത്. അവിടെ ദ അസോസിയേഷൻ ഓഫ് ബ്രില്യൻ മൈൻഡ്സ് ABM എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. BJPയുടെ പ്രചാരണ സംഘടനയായിട്ട് ആ സംഘടനയെ ഉപയോഗിച്ചു. അത് കനകോലുവാണ് ഉണ്ടാക്കിയത്. 2017 ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥിന് ഉണ്ടായ വിജയം ഉണ്ടല്ലോ, ആ വിജയത്തിന്റെ ആർക്കിടെക്ട് ശില്പി കനകോലുവാണെന്നാണ് അറിയപ്പെടുന്നത്. 2022 ഏപ്രിൽ 26 പ്രശാന്ത് കിഷോർ കോൺഗ്രസ്സിൽ ചേരാനുള്ള ക്ഷണം നിരസിച്ചു. അയാളുടേതായ വഴിക്ക് പോകണം. അപ്പൊ കനകോലുവിനെ അവര് വിളിച്ചു, കോൺഗ്രസ്സുകാര്. അപ്പോഴേക്കും കനകോലു ബംഗളൂരുവിൽ സ്വന്തമായിട്ട് മൈൻഡ് ഷെയർ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ് സ്വന്തമായി കൺസൾട്ടിങ് കമ്പനി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ കനകോലു കോൺഗ്രസിന്റെ മുഴുവൻ സമയ കൺസൾട്ടന്റ് ആയി മാറുകയാണ്. 2022 മുതൽ കോൺഗ്രസിലാണ് മുഴുവൻ സമയം. 2022 മെയ്യില് കോൺഗ്രസ്സില് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. 2024 കോൺഗ്രസിന്റെ ടാസ്ക് ഫോഴ്സിൽ അംഗമായി. ചിദംബരം, മുകുൾ വാസ്നിക്, ജയറാം രമേശ്, KC വേണുഗോപാൽ, അജയ് മാക്കൻ, പ്രിയങ്ക ഗാന്ധി, സുർജേവാല, അത്രയും ആളുകളാണ് ആ ടാസ്ക് ഫോഴ്സിൽ ഉണ്ടായിരുന്നത്. ഉദയ്പൂരിലൊരു ഇവരുടെ മീറ്റിംഗ് നടന്നല്ല, കോൺഗ്രസിന്റെ ചിന്തൻ ബൈഠക് എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നവസങ്കല്പ പ്രമേയം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കനകോലു ആണ്. ഇപ്പൊ ലക്ഷ്യ എന്ന് പറഞ്ഞ ഈ മീറ്റിംഗ് ചേരുന്നത് പോലെ രാഹുലിന്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവാണ് ഇപ്പോൾ. അപ്പൊ ഇവിടുന്ന് ഒരു പട്ടിക കൊടുത്താൽ രാഹുൽ തീരുമാനിക്കുമ്പോഴും കനകോലുവിനെയൊക്കെ വിളിച്ചെടുത്തിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. അല്ലാതെ ഞാൻ ഇന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയായിരിക്കുന്നെന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സിദ്ധരാമയ്യയുടെ പ്രധാനപ്പെട്ട മുഖ്യ ഉപദേഷ്ടാവാണ്. വളരെ ശാന്തനാണ്, പിന്നണിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കർണാടക, തെലങ്കാന 2 തെരഞ്ഞെടുപ്പും നയിച്ചത് കനകോലുവാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഏൽപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി. പക്ഷെ അവിടെ അശോക് ഗെഹ്ലോട്ടും കമൽനാഥും പൂർണ്ണ പിന്തുണ കൊടുത്തില്ല 2 സ്ഥലത്തും. കർണാടക കഴിഞ്ഞിട്ടാണ് തെലങ്കാനയിൽ പോയത്. 2014 മോദിയുടെ ക്യാമ്പയിൻ നയിച്ച ശേഷമാണ് തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന്റെ തോൽവി ആവിഷ്കരിച്ചെടുക്കുന്നു. ഇപ്പൊ 41 വയസ്സാണ് കനകോലുവിന്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു അടുത്ത സുഹൃത്തിനോട് പറഞ്ഞത്, യുക്തി കൊണ്ട് മാത്രം നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിക്കില്ല, ലോജിക്ക് മാത്രം പോരാ, വികാരം, പാഷൻ അതുകൂടി അതിൻ്റെ അകത്ത് എപ്പോഴും ഘടകമാകണം. അതാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഉദാഹരണം, ഇപ്പൊ ഇവിടെ മറ്റേ കടക്കൂ പുറത്തെടുത്തില്ലേ, അദ്ദേഹം ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുക്കുന്നതാണല്ലോ. അതുപോലെ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഈ 80,000 കോടി രൂപ മുടക്കിയ ഒരു ഇറിഗേഷൻ പദ്ധതി, ജലസേചന പദ്ധതി ചന്ദ്രശേഖർ റാവു ആവിഷ്കരിച്ചിരുന്നു. കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ആ 80,000 കോടി രൂപ മുടക്കിയിട്ടും കുറെ അഴിമതിക്ക് വേണ്ടി ചെയ്തതാണെന്നുള്ളത് പിന്നീട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ വോട്ട് ബോണ്ടില്ലേ, കടപ്പത്രങ്ങള് വന്നില്ലേ പല കമ്പനികൾ, മേഘാ കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ്. ചന്ദ്രശേഖർ റാവുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത കമ്പനിക്ക് ആ ജലസേചന പദ്ധതിയുടെ കരാറുണ്ടായിരുന്നു. അത് പിന്നീട് കൂട്ടി കൊടുക്കുന്നതായിട്ടൊക്കെ ആ സമയത്ത് വാർത്തകൾ വന്നിരുന്നതാണ്. അപ്പൊ ഈ ഇത്രയും 80,000 കോടി രൂപ മുടക്കിയ ഈ പദ്ധതിയിൽ കുറെ ഭാഗത്ത് വിള്ളൽ വന്നു.
ഈ കനകോലുവിൻ്റെ ടീം പോയിട്ട് ഈ വിള്ളലിൻ്റെ ചിത്രം എടുത്തു. എന്നിട്ട് ഈ വിള്ളല് ഒരു ATM പോലെ പോസ്റ്ററുകൾ അച്ചടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ വ്യാജ കറൻസി നോട്ടുകൾ ഇടുന്നതായിട്ട് പോസ്റ്ററുകൾ അച്ചടിച്ചു അന്ന്. അപ്പോൾ അത് ആളുകളുടെ മനസ്സിൽ കയറി. അതാ പണ്ട് നമ്മുടെ മനോരമയിൽ ഉണ്ടായിരുന്ന TVR ഷേണായി പറയുമായിരുന്നു, അദ്ദേഹം ഉണ്ടാക്കിയ മുദ്രാവാക്യമാണോ എന്ന് സംശയമുണ്ട്. VP സിംഗിന്റെ കാലത്ത് ബൊഫോഴ്സ് കേസ് വന്നല്ലോ. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ അന്ന് ഇതുപോലത്തെ ഈ കനകോലു, പ്രശാന്ത് കിഷോറൊന്നും ഇല്ല. പത്രപ്രവർത്തകരോടൊക്കെയാണ് കാര്യം ചോദിക്കുക. അപ്പോൾ ബൊഫോഴ്സ് കഴിഞ്ഞിട്ട് VP സിംഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരുമ്പോൾ ഒറ്റ വരി മുദ്രാവാക്യമാണ്, രാജീവ് ഗാന്ധി ചോർ ഹെ, കള്ളനാണ്, രാജീവ് ഗാന്ധി കള്ളനാണ്, മുദ്രാവാക്യം. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ കലേശ്വരം എന്ന് പറയുന്ന അതൊരു ATM പോലെ ആക്കി, അതിൻ്റെ വായ റാവുവിൻ്റെ വായ പോലെ ആക്കി, അതിൻ്റെ അകത്ത് വ്യാജ നോട്ടുകൾ, ഇത് ഈ പോസ്റ്റർ ജനങ്ങളുടെ മനസ്സിൽ ശരിക്കും തറച്ചു ആ സമയത്ത്. ഇതുപോലെ യെദ്യൂരപ്പ കർണാടകയിൽ അഴിമതിക്ക് അറിയപ്പെടുന്ന ആളാണല്ലോ, BJP-കാരനാണെങ്കിലും. അപ്പോൾ TM എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഇത് ഇയാളുടെ പടം വെച്ചിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി CM എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ കനകോലു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 25 കൊല്ലമായി അദ്ദേഹം വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഒരിടത്ത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര നിലപാടാണ്, നോൺ വെജിറ്റേറിയൻ ആണ് അദ്ദേഹം. അതുപോലെ അത്യാവശ്യം വിസ്കി കഴിക്കാറുണ്ട് എന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. അപ്പോൾ കനകോലുവിന്റെ നേതൃത്വത്തിലാണ് ഇനി കോൺഗ്രസ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് പല സ്ഥലത്തും ജയിപ്പിച്ചിട്ടുണ്ട്, കർണാടക, തെലങ്കാന. അതിനുശേഷം കനകോലു കേരളത്തിലെത്തി. UDF ജയിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് ജയിക്കുകയൊക്കെ ആണെങ്കിൽ പല കാരണങ്ങളുണ്ടാകാം, പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് കനകോലുവിനായിരിക്കും. അപ്പൊ കടക്ക് പുറത്തു എന്നുള്ള ഒരു മുദ്രാവാക്യമായിരിക്കും ഇനി കേരളത്തിൽ മുഴങ്ങാൻ പോകുന്നത്. അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, എതിർക്കുന്നവരുണ്ട്. ആ മുദ്രാവാക്യം സൗമ്യമല്ല എന്ന് പറഞ്ഞൊരാൾ, ഒരു കോൺഗ്രസ് നേതാവിന്റെ പോസ്റ്റ് ഞാൻ കണ്ടു, അത് മാറ്റണം, അതൊരു നെഗറ്റീവ് മുദ്രാവാക്യമാണ്, മാത്രമല്ല മറ്റേ ആളുടെ എടുക്കുകയാണ്, പബ്ലിസിറ്റി കൂടുതൽ പോലും തീരുമാനിച്ച തന്നെ. അത് അത്ര മോശമാണ് എന്ന് തോന്നുന്നില്ല. ആണോ? അല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം അതൊരു നല്ലൊരു സാധനം. കാരണം ജനങ്ങൾ പിണറായി വിജയനോടും CPM-നോടും പറയുന്ന പോലത്തെ ഒരു സാധനമാണല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ജനങ്ങൾ തിരിച്ചു പറയും. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക.